ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു മയോണൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഒലിവ് ഓയിൽ ചേർത്തിട്ടുള്ള മയോണൈസാണ്. അപ്പോൾ കുറേ പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഒലിവ് ഓയിൽ ചേർത്തിട്ടുള്ള മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടി 2 ഗാർലിക്ക് 2 ആദ്യം എടുത്ത് ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗാർലിക്ക് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഫ്ലേവർ നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഗാർലിക്ക് ചേർത്താൽ മതി. അതിലേക്ക് 2 മുട്ട, പിന്നെ നമുക്ക് എടുത്തു വെച്ച മസ്റ്റാർഡ് സോസാണ്. അതൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് മസ്റ്റാർഡ് സോസ് ഇല്ലെങ്കിൽ കുറച്ച് കടുക്, ഒരു ലേശം കടുക് ഇട്ടാൽ മതി, അധികമായി പോവണ്ട. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. പിന്നെ നമുക്കതിനാവശ്യമുള്ള ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപ്പ് കൂടി പോവരുത്, കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും. അതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ഒന്ന് കറക്കി അടിച്ചെടുത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒലിവ് ഓയിൽ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊരു 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് കുറേശ്ശെ ഒഴിക്കുക, അടിക്കുക, അങ്ങനെയായിട്ട് എടുക്കണം കേട്ടോ ഓയിൽ. എന്നിട്ട് നമുക്കൊരു നല്ലൊരു തിക്കാവുന്ന വരെ നമുക്കിത് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുക. കുറച്ച് നല്ല സ്പീഡിൽ തന്നെ ഇത് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലായാലും ഒലിവ് ഓയിലായാലും കൂടിപ്പോയാലും നമ്മുടെ ഈ തിക്നെസ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ മുകളിൽ ഓയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ മുകളിൽ ഓയിലിങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ നമുക്ക് ഓയിൽ കൂടാണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒലിവ് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി അടിച്ച് നമ്മൾ തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.